അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ കാർലോ അക്യുത്തിസിൻ്റെ നാമധേയത്തിലുള്ള നമ്മുടെ ദേവാലയത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ദിവ്യപൂജ അർപ്പണത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. ഇന്ന് കത്തോലിക്കാ തിരുസഭ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന സുദിനം കൂടി തന്നെയാണ്. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുരിശ് എന്നുള്ളത് ദൈവത്തിന് മനുഷ്യരോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്. മനുഷ്യരുടെ രക്ഷയുടെ അടയാളമാണ് വിശുദ്ധ കുരിശ്. ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള ശക്തിയാൽ പിശാചിനെ പരാജയപ്പെടുത്തിയതിൻ്റെ അടയാളവും വിശുദ്ധ കുരിശ് തന്നെയാണ്. ഈ വിശുദ്ധ കുരിശിനെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് അവർക്കും യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ജീവിത ശൈലിയെ ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആത്മീയ ആഘോഷത്തിൻ്റെ രക്ഷയുടെ സുദിനം തന്നെയായിട്ട് വേണം നമ്മളൊക്കെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഗ്രഹത്തിൻ്റെ ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനം വിശുദ്ധ കുരിശ് നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ കാർലോ അക്യുത്തിസിൻ്റെ വലിയ മധ്യസ്ഥ സഹായം നമുക്ക് ഇന്ന് യാചിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ഈ ബലി യഥായോഗ്യം നമ്മൾ അർപ്പിക്കുവാൻ നമ്മളേവരും യോഗ്യരാകേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നുപോയ എല്ലാ പാപങ്ങളെയും കുറിച്ചോർത്ത് ദൈവത്തിനു മുമ്പിൽ നമുക്ക് അനുദപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ.
മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ദൈവത്താഴ്മയാൽ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവേക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സോനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർബലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനീകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണാമയനുമായ ദൈവമേ, മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ഏകജാതൻ കുരിശിൽ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം കൈവരിക്കുവാൻ അർഹരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. സംഖ്യാപുസ്തകത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഏതോ ചുറ്റിപ്പോകുവാൻ ഹോർമലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ ഇസ്രയേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കുവാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രയേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ചു ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു,
ഒരു പിച്ചള സർപ്പം ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പം ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാൻ ഒരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി. അവർ അനുതപിച്ചു, ദൈവത്തിങ്കിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടുത്തോട് ചേർന്ന് നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു. അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി തൻ്റെ ക്രോധം ആളിക്കത്തുവാൻ അനുവദിച്ചില്ല. കർത്താവിൻ്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. അവൻ തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും യേശുക്രിസ്തു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകം വീണ്ടെടുത്തു രക്ഷിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി വേണമെങ്കിൽ അകത്തോട്ട് കയറി നിൽക്കാവുന്നതാണ്. നമുക്ക് മുൻപിലൊക്കെ കുറച്ചും കൂടി സ്ഥലമൊക്കെ ഉണ്ട്. ആ സ്ഥലം വെറുതെ ഇടേണ്ട കാര്യമില്ലല്ലോ, മുന്നോട്ട് കയറി നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അകാലത്ത് ഈശോ അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു.
ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഇരിക്കും. ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു ചെറിയ സാങ്കല്പികമായിട്ടൊരു കഥ ഇങ്ങനെയാണ്. കുരിശും വഹിച്ചുകൊണ്ട് കുറച്ചധികം പേര് ഇങ്ങനെ കർത്താവിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഏറ്റവും മുമ്പിൽ കർത്താവ് തമ്പുരാൻ, അതിന് പിന്നിലായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള കുരിശുകളൊക്കെ വഹിച്ചുകൊണ്ട് കുറേ മനുഷ്യർ. ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ്. അപ്പോൾ ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു മനുഷ്യന് തോന്നി തൻ്റെ കുരിശിൻ്റെ നീളം ഇത്തിരി കൂടുതലാണ്. നീളം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭാരവും ഇത്തിരി കൂടുതലാണ്. അയാൾ ഉടനെ തന്നെ തൻ്റെ ഈ കുരിശ് വഹിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ കർത്താവ് തമ്പുരാൻ്റെ അടുക്കലെത്തിയിട്ട് പറഞ്ഞു, എൻ്റെ കുരിശിൻ്റെ നീളം അല്പം ഒന്ന് കുറച്ച് തരണം. ശരി, ഈശോ സമ്മതിച്ചു. അയാളുടെ കുരിശിൻ്റെ നീളം ഒന്ന് കുറച്ച് കൊടുത്തു. നീളം കുറച്ചപ്പോഴേക്കും ഭാരവും കുറഞ്ഞു. അപ്പോൾ പിന്നെ അയാളുടെ ഈ നടപ്പ് എന്നുള്ളത് കുറച്ചുകൂടി വേഗത്തിലായി. അങ്ങനെ 3 പ്രാവശ്യമാണത്രേ ഇയാൾ ഈശോയുടെ അടുക്കൽ ചെന്നിട്ട് തൻ്റെ കുരിശിൻ്റെ നീളം ഒന്ന് കുറച്ച് തരണമേ എന്ന് പറഞ്ഞത്. 3-ാമത്തെ പ്രാവശ്യവും ഈശോ തമ്പുരാൻ ഈ പറയുന്ന ആളുടെ കുരിശിൻ്റെ നീളം കുറച്ച് കൊടുത്തു. ഇപ്പോഴൊക്കെ ഈ ആംബുലൻസിലൊക്കെ കാണുന്ന പോലെയുള്ള ചെറിയൊരു കുരിശായി മാറി ഇയാളുടെ കുരിശ്. ഇപ്പോൾ ഇയാളുടെ കുരിശിൻ്റെ ഭാരമില്ല. അപ്പോൾ ഇയാളുടെ ഇപ്പോൾ നടപ്പ് എന്നുള്ളത് ഓട്ടമായി മാറി. കർത്താവിൻ്റെയും മുമ്പിലാണ് ഇപ്പോൾ ഇയാൾ. അയാൾ വളരെ വേഗത്തിൽ ഓടി ഈ യാത്ര അവസാനിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സ്ഥലത്തെത്തി. അത് വലിയൊരു ഗർത്തമാണ്. ആ ഗർത്തത്തിൻ്റെ അപ്പുറം മനോഹരമായിട്ടൊരു സ്ഥലമുണ്ടായിരുന്നു അത്രേ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗം. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എല്ലാവരും അവരുടെ നീളവും ഭാരവും ഒക്കെയുള്ള കുരിശൊക്കെ കഷ്ടപ്പെട്ട് ചുമന്ന് ഈ പറയുന്ന സ്ഥലത്തെത്തി. എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നൊരു സ്വരമുണ്ടായത്രേ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരൊക്കെ തങ്ങളുടെ കുരിശ് ആ ഗർത്തത്തിൻ്റെ മുകളിൽ ഒരു പാലം പോലെ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നടന്ന് സ്വർഗത്തിലേക്ക് എത്തുക. ഇത് കേട്ടപ്പോഴേക്കും എല്ലാവരും അവരുടെ കയ്യിലുണ്ടായിരുന്ന നീളമുള്ള കുരിശ് ആ ഗർത്തത്തിൻ്റെ മുകളിലേക്ക് വെച്ചു. ഒരു പാലം പോലെ ആളുകളൊക്കെ ഈ കുരിശിൻ്റെ മുകളിലൂടെ നടന്ന് സ്വർഗത്തിലെത്തി. അവരൊക്കെ സ്വർഗത്തിലെത്തിയപ്പോൾ തന്നെ അവരുടെ കുരിശൊക്കെ അപ്രത്യക്ഷമായിപ്പോയി. ഇയാളുടെ കയ്യിലുള്ള കുരിശിന് ഇപ്പോൾ നീളമൊന്നുമില്ല. ആ കുരിശ് അയാൾ അവിടെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അത് അതേപോലെ തന്നെ ഗർത്തത്തിലേക്ക് പതിച്ചു. ഇയാളും ഗർത്തത്തിലേക്ക് പതിച്ചു. എപ്പോഴും നമ്മളൊക്കെ ഓർത്ത് വെക്കുക, കുരിശ് വഹിക്കാതെ സ്വർഗത്തിൻ്റെ പടി ആരും കാണില്ല. ഇന്ന് കർത്താവ് തമ്പുരാന്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴേക്കും ഈ കുരിശ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണ്, എങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലെ കുരിശ് എന്ന് പറയുന്നതിനെ കഷ്ടപ്പാടുകളും പീഠാനുഭവങ്ങളും രോഗങ്ങളും സഹനങ്ങളും മാത്രമായിട്ട് നമ്മളൊക്കെ അങ്ങ് തരം താഴ്ത്തി കളയരുത്. നേരെ മറിച്ച് ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തെ പ്രതി നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന പലതിനോടും വേണ്ട എന്ന് പറയേണ്ടി വരുമ്പോഴേക്കും നമ്മളൊക്കെ കടന്നു പോകേണ്ടിയിരിക്കുന്ന സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും തോറ്റുകൊടുക്കലിൻ്റെയും ഒക്കെ പാതയെയാണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ കുരിശ് എന്ന് വിളിക്കേണ്ടത് എന്ന് നമ്മളൊക്കെ എപ്പോഴും തന്നെ തിരിച്ചറിയുക. ആ ഒരു ബോധ്യത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്താണ് നമ്മളൊക്കെ കുരിശും വഹിച്ചുകൊണ്ട് നമുക്ക് മുന്നേ പോയ കർത്താവ് തമ്പുരാന്റെ കൂടെ നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ വഹിച്ചുകൊണ്ട് പോകുന്നവരായിട്ട് നമ്മളൊക്കെ മാറുക. അപ്പോൾ കുരിശ് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള നമ്മുടെ സ്നേഹത്തെ പ്രതി നമ്മളൊക്കെ വേണ്ട എന്ന് വയ്ക്കുന്ന, തോറ്റുകൊടുക്കുന്ന, വിട്ടുകൊടുക്കുന്ന ആ അനുഭവങ്ങളെയാണ് നമ്മളൊക്കെ കുരിശുകളെന്ന് തീർച്ചയായിട്ടും വിളിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇതാണ്, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടി ഇത്രയും കാലത്തിനിടയിൽ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ ഞാൻ എന്തൊക്കെയാണ് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്? അങ്ങനെ ഞാൻ വേണ്ട എന്ന് വെച്ചപ്പോഴേക്കും ഞാൻ അനുഭവിച്ച കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് കുരിശ്. ആ കുരിശ് വഹിക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ടുള്ള യോഗ്യത നേടുക. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും പരാതിയോടുകൂടെ പരിഭവങ്ങളോട് ജീവിക്കുന്നവരാണ്. ദൈവം എൻ്റെ ചുമലിൽ വെച്ച് തന്നിരിക്കുന്ന കുരിശ് എത്രയോ ഭാരമുള്ളതാണ്. സത്യത്തിൽ അങ്ങനെയല്ല.
മലയാളത്തിലൊരു എഴുത്തുകാരൻ തൻ്റെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും ഇങ്ങനെ പറയുന്നുണ്ട്: അവധിക്കാലത്ത് എൻ്റെ അപ്പൻ രാവിലെ എന്നെ വിളിച്ചുണർത്തും, എന്നിട്ട് ചന്തയിലേക്ക് കൊണ്ടുപോകും. ചന്തയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് എൻ്റെ അപ്പൻ വീട്ടിൽ ഉള്ള ഒരുപാട് ഏത്തക്കുലകളൊക്കെ എടുത്ത് നോക്കും. ഓരോ ഏത്തക്കുലയും എടുത്തിട്ട് അതിൻ്റെ ഭാരം എത്രയാണെന്ന് നോക്കും. എന്നിട്ട് എൻ്റെ ചുമലിൽ അത് വെച്ചു തരുന്നതിന് മുൻപ് എനിക്ക് വഹിക്കുവാൻ സാധിക്കുന്ന ഭാരമാണോ ആ ഏത്തക്കുലയ്ക്കുള്ളത് എന്ന് എൻ്റെ അപ്പൻ കൈകൊണ്ട് തൂക്കി നോക്കും. എനിക്ക് വഹിക്കുവാൻ സാധിക്കുന്നതിനേക്കാളും അപ്പുറം ഭാരമുള്ള ഒരു ഏത്തക്കുലയും എൻ്റെ അപ്പൻ ഇതുവരെ എൻ്റെ ചുമലിൽ വെച്ച് തന്നിട്ടില്ല. എന്നിട്ട് ആ എഴുത്തുകാരൻ പിന്നീട് ഇതേ അനുഭവം തന്നെ തൻ്റെ ഒരു പുസ്തകത്തിൽ കുറിച്ച് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചു: എൻ്റെ ഭൂമിയിലെ അപ്പൻ എൻ്റെ ചുമലിൽ ഒരു ഭാരം വയ്ക്കുമ്പോഴേക്കും അത് എനിക്ക് ചുമക്കുവാൻ സാധിക്കുന്നതാണോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അളന്നു നോക്കുമെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എൻ്റെ ചുമലിൽ ഒരു കുരിശ് വെച്ച് തരുമ്പോഴേക്കും അത് എനിക്ക് ചുമക്കുവാൻ സാധിക്കുന്നതാണോ ഇല്ലയോ എന്ന് എത്ര പ്രാവശ്യം തൂക്കി നോക്കിയിട്ടുണ്ടാകും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കാത്ത, അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു സഹനങ്ങളും എൻ്റെ ദൈവം എൻ്റെ ചുമലിൽ വെച്ചു തരികയേ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മളൊക്കെ പലപ്പോഴും ഈ ലോകത്തിലായിരിക്കുമ്പോഴേക്കും നമ്മുടെ വേദനകളെക്കുറിച്ച്, നമ്മുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലൊക്കെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുക. കുറേ നാളുകൾക്ക് മുമ്പ് ഈ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ ചിന്താവിഷയമായിട്ട് കൊടുത്തിരുന്നൊരു തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ദി അതർ സൈഡ് ഓഫ് ദ ക്രോസ്. കുരിശിൻ്റെ മറുഭാഗത്തേക്കൊന്ന് നോക്കുവാനായിട്ട് സന്നദ്ധരാകണം. നമ്മളൊക്കെ നമ്മുടെ കുരിശിലേക്ക് മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ ഓരോ ദിവസവും ചുമന്നുകൊണ്ടിരിക്കുന്ന ഈ കുരിശിൻ്റെ മറുഭാഗത്തേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും അധികം നീളവും ഭാരവുമുള്ള പല കുരിശുകളും വഹിച്ചുകൊണ്ട് ഒരു പരാതിയും ഇല്ലാതെ, പരിഭവമില്ലാതെ ജീവിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരിലേക്ക് നമ്മൾ കണ്ണുനട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ കുരിശുകൾക്ക്, സഹനങ്ങൾക്ക്, വേദനകൾക്കൊക്കെ വലിയ സ്ഥാനമൊന്നുമില്ലെന്നും അതൊന്നും അത്ര വലുതല്ല എന്നുള്ള തിരിച്ചറിവൊക്കെ നമുക്കുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ കുരിശ് വഹിച്ചുകൊണ്ട് നടക്കുമ്പോഴേക്കും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ചോദ്യം ഒരിക്കൽ ക്ലാസ്സിൽ, ഈ സൺഡേ ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചത് ഇങ്ങനെയാണത്രേ: ഈ കിരേനേക്കാരൻ ശിമയോനുണ്ടല്ലോ, കർത്താവിൻ്റെ കുരിശും ചുമന്നുകൊണ്ട് പോയ ഒരാളാണ് അദ്ദേഹം. ഈ കിരേനേക്കാരൻ ശിമയോന് എന്തുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ ഇത്രയും ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് നടക്കുവാൻ സാധിച്ചത്? പല ഉത്തരങ്ങൾ വന്നു. ശരി ഉത്തരം ഒന്ന് മാത്രമായിരുന്നു: അയാൾ കുരിശും ചുമന്നുകൊണ്ട് നടക്കുമ്പോഴേക്കും അയാളുടെ തൊട്ടടുത്ത് അയാളുടെ കൂടെ നടക്കുവാനായിട്ട് കർത്താവ് തമ്പുരാനുണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഈ ഒരു ബോധ്യം ഉണ്ടായാൽ മതി, നമ്മുടെ ജീവിതമൊക്കെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ എൻ്റെ ജീവിതത്തിലെ കുരിശുകളെന്ന് വിളിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും കൊണ്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് നടത്തുമ്പോഴേക്കും എൻ്റെ കൂടെ എപ്പോഴും കർത്താവ് തമ്പുരാനുണ്ട്. കാരണം കർത്താവിൻ്റെ വാഗ്ദാനം അത് തന്നെ: യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പോൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് തമ്പുരാൻ എൻ്റെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ സമയത്തും, സങ്കടത്തിൻ്റെ സമയത്തും, രോഗത്തിൻ്റെ സമയത്തും, സൗഖ്യത്തിൻ്റെ സമയത്തും, സന്തോഷത്തിൻ്റെ സമയത്തും, ദുഃഖത്തിൻ്റെ സമയത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുണ്ട്. പക്ഷേ വിശ്വാസം വേണം. ആ വിശ്വാസത്തോടു കൂടെ കർത്താവിങ്കിലേക്ക് കണ്ണും നട്ട് നമ്മൾ ജീവിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ രോഗമെന്ന് കരുതുന്നത്, വേദനയെന്ന് കരുതുന്നത്, സഹനമെന്ന് കരുതുന്നത്, കുരിശ് എന്ന് കരുതുന്നതൊന്നും നമുക്ക് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളായിട്ട് മാറുകയില്ല. കാരണം ഒരു ക്രിസ്ത്യാനിയുടെ വിളിയും വഴിയും അത് തന്നെയാണ്. ആരാണ് ക്രിസ്ത്യാനി? നമ്മളൊക്കെ പലപ്പോഴുമൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒറ്റ വാചകത്തിൽ അങ്ങ് അവസാനിപ്പിക്കും. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനി. പക്ഷെ അത് പൊട്ടത്തെറ്റാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഈ ക്രിസ്തു എന്താണ് നമ്മളോട് പറഞ്ഞത്? സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സാധിക്കുന്നിടത്താണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ക്രൈസ്തവരായിട്ട് സ്വയം രൂപാന്തരപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ ആകുമ്പോഴേക്കും ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് കെട്ടപ്പെട്ട് ജീവിക്കുന്നവരായിട്ട് നമ്മളൊക്കെ മാറും.
കൊൽക്കത്തയിലെ മദർ തെരേസ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുരിശുകൾ എന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴേക്കും സഹനങ്ങളെ, ബുദ്ധിമുട്ടുകളെ, രോഗങ്ങളെ, വേദനകളെ ഒക്കെ പരാതിയില്ലാതെ, പരിഭവങ്ങളില്ലാതെ ഞാൻ സഹിക്കുമ്പോഴേക്കും ഞാൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് മാറുന്നുണ്ട്. ക്രിസ്തു എന്നെ പഠിപ്പിച്ച ആത്മീയത ജീവിക്കുന്ന ഒരാളായിട്ട് മാറുന്നുണ്ട്. അതിനേക്കാളും ഉപരി എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴേക്കും ഒരുപാട് വേദനകൾ അനുഭവിച്ചുകൊണ്ട് കുരിശിൽ തൂങ്ങി നിൽക്കുന്ന എൻ്റെ കർത്താവിൻ്റെ തൊട്ടടുത്ത് ചെന്ന് അവൻ്റെ മുഖത്ത് ചുംബിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്നു. കൊൽക്കത്തയിലെ മദർ തെരേസ പറഞ്ഞു വെച്ചതാണ്. ഈ ക്ലോവിസ് രാജാവ് എന്ന് പറയുന്നൊരു രാജാവുണ്ട്, ക്ലോട്ടിൽഡ എന്ന് പറയുന്നൊരു രാജ്ഞി. ക്ലോവിസ് ക്രിസ്ത്യാനി ആയിരുന്നില്ല, ക്ലോട്ടിൽഡ ക്രിസ്ത്യാനി ആയിരുന്നു അത്രേ. അവസാനം ഈ ക്ലോട്ടിൽഡ രാജ്ഞിയുടെ വലിയ പ്രചോദനം കൊണ്ട് ക്രിസ്ത്യാനിയാകുവാനായിട്ട് ഇദ്ദേഹം തീരുമാനിച്ചു. ക്ലോവിസ് രാജാവിന് വേണ്ടി ഒരു വൈദികൻ്റെ അടുത്ത് ചെന്നിട്ട് ഇദ്ദേഹത്തിന് ജ്ഞാനസ്നാനം കൊടുക്കണമെന്ന് പറഞ്ഞു. ജ്ഞാനസ്നാനം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ വൈദികൻ ഇദ്ദേഹത്തോട് ചോദിച്ചത് ഒരേ ഒരു ചോദ്യമായിരുന്നു, രാജാവായ അങ്ങ് ക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്നു എന്ന് കരുതുക, അങ്ങനെയെങ്കിൽ അങ്ങ് എന്ത് ചെയ്യും? അദ്ദേഹത്തിന് മറുപടി ഇതായിരുന്നു, ഞാൻ രാജാവാണ്, ചക്രവർത്തിയാണ്, അങ്ങനെയുള്ള ഞാൻ എൻ്റെ കർത്താവിനെ ക്രൂശിക്കുവാൻ ശ്രമിക്കുന്നവരെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അവരെയൊക്കെ കൊന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് എൻ്റെ കർത്താവിനെ കുരിശിലേക്ക് കയറ്റുവാൻ അനുവദിക്കാതെ അവിടുന്ന് ഞാൻ രക്ഷിച്ചു കൊണ്ടുപോകും. അപ്പോഴേക്കും ആ വൈദികൻ പറഞ്ഞു, ഇതുവരെ താങ്കൾ ഒരുങ്ങിയിട്ടില്ല ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും ചെന്നു, അതേ ചോദ്യം തന്നെ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരത്തിന് കുറച്ച് മയമുണ്ട്, ആരെയും ഞാൻ കൊല്ലില്ല, പക്ഷേ കർത്താവിനെ ഞാൻ കുരിശിൽ നിന്ന് രക്ഷപ്പെടുത്തും. അപ്പോഴും പറഞ്ഞു, ഇതുവരെ താങ്കൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. മൂന്നാമത് ചെന്നപ്പോഴും പഴയ ചോദ്യം ചോദിച്ചു, ക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന സമയത്താണ് താങ്കൾ നിൽക്കുന്നത് എങ്കിൽ താങ്കൾ എന്ത് ചെയ്യും? അന്ന് അദ്ദേഹത്തിന് മറുപടി വ്യത്യാസമായിരുന്നു. ക്രൂശിതനാകുന്ന കർത്താവിൻ്റെ കുരിശിൻ്റെ മറുപുറത്ത് സ്വയം ക്രൂശിതനാകുവാൻ ഞാൻ തയ്യാറാണ്. പിന്നെ അദ്ദേഹം ജ്ഞാനസ്നാനം കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. ക്രൂശിതനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മറുപുറത്ത് ക്രൂശിക്കപ്പെടുവാൻ തയ്യാറാകുന്നവരാണ് ക്രിസ്ത്യാനികൾ. ആ ഒരു ബോധ്യവും ആ ബോധ്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതവും മാത്രമാണ് കർത്താവ് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, കുരിശിൻ്റെ പുകഴ്ചയുടെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ എന്ന് വഹിക്കുന്ന ഒരുപാട് അനുഭവങ്ങളിലേക്ക് നമ്മളൊക്കെ നോക്കണം. ആ കുരിശുകളൊക്കെ അനുഗ്രഹപൂർണമായ കുരിശുകളായിട്ട് മാറുന്നത് ദൈവത്തോടും നമ്മുടെ കൂടെയുള്ളവരോടുമുള്ള സ്നേഹത്തെ പ്രതി പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, അവർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഇതൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നിടത്താണ് എന്ന് മാത്രം ഓർത്തു വയ്ക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 2-ാമത്തെ തിരുവചന ഭാഗത്ത് നമ്മളിങ്ങനെ വായിച്ചു കേൾക്കും, അവൻ, അതായത് കർത്താവ് തമ്പുരാൻ ഈശോനാഥൻ, തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ഇത് തന്നെയാണ് ഓരോ ക്രൈസ്തവൻ്റെയും വിളി. പരാതിയില്ലാതെ, പരിഭവങ്ങളില്ലാതെ കുരിശ് വഹിക്കുവാൻ സാധിക്കുന്നിടത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കുരിശിൻ്റെ പുകഴ്ചയുടെ ഈ ദിനത്തിൽ നമുക്കും എൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെ മറുപുറത്ത് സ്വയം ക്രൂശിതനാകുവാൻ സന്നദ്ധനായിട്ടുള്ള ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട്, ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് അനുഗമിക്കുന്ന ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമെന്നുള്ള തീരുമാനം നമുക്കും എടുക്കാം. ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായിട്ടുള്ള ബലി നമുക്ക് തുടരാം. നമുക്ക് ഏവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സകലേകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമരിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട്
വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പും വരാനികത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിൽ ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച അനവധിയായ അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ ക്രൂശിതനിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോഴാണ് രക്ഷ കൈവരുന്നത് എന്ന സത്യം സഭാതനയർക്ക് പകർന്നു നൽകുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ പാപ്പയെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും സഹായമെത്രാൻ ആൻ്റണി വാലങ്കൽ പിതാവിനെയും മറ്റെല്ലാ സഭാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹദാത വിശുദ്ധ കുരിശിന്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിലെ ഓരോ സഹനങ്ങളുടെ പിന്നിലും അങ്ങേ തിരുവിഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ സഹനങ്ങളെയും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവയെ രക്ഷാകരമായി മാറ്റുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹദാത വിശുദ്ധ കുരിശിൻ്റെ മഹത്വത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിലെ ഓരോ സഹനങ്ങളെയും പിന്നിലും അങ്ങേ തിരുവിശിഷ്ടമാണ് തിരിച്ചറിഞ്ഞ് ഓരോ സഹനങ്ങളെയും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അങ്ങേ രക്ഷാകരമായി മാറ്റുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും അതിനാഥനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് അങ്ങേ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കളുടെയും മേൽ അലിവ് തോന്നണമേ. ഇവരുടെ പാപക്കറകൾ നീക്കി സ്വർഗീയ ആനന്ദം പ്രദാനം ചെയ്യുവാൻ ദയ തോന്നണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും ദൈവത്തിന് മുമ്പിൽ നമുക്കിപ്പോൾ സമർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുവാനും ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളെൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളെ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. അപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ. അപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ.
നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടേതുമായ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കുരിശിന്റെ അൾത്താരയിൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മരണം ഉദയം ചെയ്തെടുത്ത് ജീവൻ ഉത്ഥാനം ചെയ്യുവാൻ കുരിശുമരത്തിൽ മാനവരാശിയുടെ രക്ഷ അങ്ങ് സംസ്ഥാപിച്ചു. മരത്തിൽ വിജയിച്ചവനെ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങയുടെ പരാഭവം വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സെറാഫുകളും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോട് ചേർന്ന് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങു തന്നെ പരിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യരും പരിശുദ്ധരാകുവാൻ ലോകാരംഭം മുതൽ അങ്ങ് എല്ലായ്പ്പോഴും പ്രവർത്തന നിരതനാണ്. ആകയാൽ പരമകാരുണികനായ പിതാവേ, കാഴ്ചവസ്തുക്കളായ ഈ അപ്പവും വീഞ്ഞും പവിത്രീകരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഠ സഹിച്ചതിൻ്റെ തലേനാൾ അന്ത്യ അത്താഴ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം ആ സായാഹ്നത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങയുടെ കരുണ പ്രകീർത്തിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ പീഠാസഹനവും കുരിശുമരണവും വഴി അങ്ങ് ഉത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങയുടെ വലതുഭാഗത്തിരുത്തുകയും ചെയ്ത് അവിടത്തെ അനുസ്മരിച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നതുവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവൻ്റെ അപ്പവും അനുഗ്രഹത്തിൻ്റെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പെസഹാബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ ഈ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമേ. ആകയാൽ കർത്താവേ, അങ്ങയുടെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടപ്പെട്ട ഞങ്ങളെ ഐക്യത്തിൽ ഉറപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ ദ്രുപദ അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും ആന്റണി മെത്രാനോടും എല്ലാ മെത്രാനോടും വൈദികരോടും ഡീക്കന്മാരോടും അങ്ങേ സമസ്ത ജനത്തോടും ചേർന്ന് വിശ്വാസത്തിലും പ്രത്യാശയിലും അങ്ങേ വഴികളിലൂടെ ചരിച്ചുകൊണ്ട് ലോകത്തിൽ സന്തോഷവും ആത്മവിശ്വാസവും ചൊരിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങേ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ സഹോദരരെയും മൃതിയടഞ്ഞ സകലരെയും ഓർക്കണമേ. അവരുടെ വിശ്വാസവും ഭക്തിയും അങ്ങേക്ക് മാത്രം അറിവുള്ളതാണല്ലോ. അവരെ അങ്ങയുടെ മുഖദീപ്തി കണ്ട് ആനന്ദിക്കുവാൻ അനുവദിക്കുകയും ഉത്ഥാനത്തിൽ അവർക്ക് ജീവൻ്റെ പൂർണിമ നൽകുകയും ചെയ്യണമേ. ഇഹലോക തീർത്ഥാടനത്തിനു ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോടുകൂടെ നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവിനോടും അപ്പോസ്തലന്മാരോടും രക്തസാക്ഷികളോടും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഒന്നു ചേർന്നുകൊണ്ട് അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. സർവശക്തനും പിതാവുമായ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ കാരുണ്യത്തിനായി നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്ന് ഞാൻ അറിയുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. തിരുവത്താഴത്തിൻ്റെ പുണ്യസ്മരണ ഇതിൽ തീയായി നാവിൽ പടരാനായി
ദൈവമിതാ തിരുവോസ്തിയായി രൂപം പ്രാപിച്ചണയുന്നു. തിരുവത്താഴത്തിന്റെ പുണ്യ സ്മരണയിതിൽ തീയായി നാവിൽ പടരാനായി ദൈവമിതാ തിരുവോസ്തിയായി രൂപം പ്രാപിച്ചണയുന്നു. തിരുവത്താഴത്തിൽ ശോഭിതയാ നിന്നണയുന്നു. ഉള്ളിൽ തീയായി ഉയരുന്ന ദിവ്യകാരുണ്യച്ചൂടിൽ പാപത്തിൻ ശാപങ്ങളെറിയണം. സ്നേഹത്തിൻ തീനാളം പടരണം. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പുതിയ പള്ളിയിലെ വെഞ്ചരിപ്പ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ചയിലെ കുർബാനയാണ്. ഒത്തിരി വിശ്വാസികൾ വരുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. അഭിവന്യ ആർച്ച് ബിഷപ്പിൻ്റെയും ഓക്സിലറി ബിഷപ്പിൻ്റെയും പേരിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഇവിടെയുള്ള തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏതാനും അറിയിപ്പുകളുണ്ട്. തിങ്കൾ ശനി ദിവസങ്ങളിൽ നമ്മുടെ ഈ പള്ളി ക്ലീൻ ചെയ്യാൻ വന്ന എല്ലാ സഹോദരങ്ങൾക്കും ഏറ്റവും ഹൃദ്യമായ നന്ദി പറയുന്നു. ഇനിയും എല്ലാ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും പള്ളി ക്ലീൻ ചെയ്യാനായിട്ട് മുന്നോട്ട് വരണമെന്നും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നമുക്കിവിടെ കുടുംബ യൂണിറ്റുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ താൽക്കാലികമായി ഇല്ലാത്തത് മൂലം നമ്മൾ തന്നെയാണ്, ആരൊക്കെ മുന്നോട്ട് വരുന്നുവോ അവരൊക്കെ തന്നെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് മനോഹരമായി അൾത്താര അലങ്കരിക്കാനുള്ള പൂക്കൾ നൽകിയത്, അത് അലങ്കരിച്ച് ഇവിടെ കൊണ്ട് നൽകിയത് ശ്രീമതി റൂബി സണ്ണിയാണ്. ശ്രീമതി റൂബി സണ്ണിക്ക് ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. ഞായർ ചൊവ്വ ദിവസങ്ങളിൽ നമുക്കിവിടെ നേർച്ച വിതരണമുണ്ട്. അതിന് താല്പര്യമുള്ളവർ മുൻകൂട്ടി അത് ബുക്ക് ചെയ്യുക. നൊവേനയും നിയോഗവും നേരത്തെ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ആ ദിവസങ്ങളിൽ ആ ദിവസത്തെ നിയോഗം വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതുമാണ്. കുമ്പസാരിക്കാനുള്ള സൗകര്യം നമുക്ക് ഞായറാഴ്ചകളിൽ രാവിലെ 8 മണി മുതൽ 8:25 വരെ ഉണ്ടായിരിക്കും. ഞായറാഴ്ചകളിൽ കുമ്പസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ 8 മണിക്ക് വരിക. 8:25 വരെ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 8:30 തന്നെ നമ്മൾ കൃത്യം വിശുദ്ധ കുർബാന ആരംഭിക്കും. അതുപോലെ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി മുതൽ നമുക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതിന് തിരുക്കർമ്മങ്ങൾക്ക് വരുന്നവർ കുമ്പസാരിക്കണമെന്നുണ്ടെങ്കിൽ അല്പം നേരത്തെ വരിക. ചൊവ്വാഴ്ച വൈകുന്നേരം നമുക്ക് 6 മണിക്കാണ് ഇവിടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 മണിക്ക് ജപമാലയുണ്ടാകും.
സാധിക്കുന്നവർ ജപമാലയ്ക്ക് തന്നെ എത്തുക. തുടർന്ന് 6-ന് ദിവ്യബലി, നൊവേന, ആരാധന, നേർച്ച വിതരണം എന്നിവ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ്. വരുന്ന ഞായറാഴ്ചയിൽ കാഴ്ചവെപ്പ് വയ്ക്കുവാൻ 10 പേർക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ്. അതിന് താല്പര്യമുള്ളവർ നേരത്തെ തന്നെ അത് ഇവിടെ ക്ലീറ്റസ് ചേട്ടനെ അറിയിക്കുക. ക്ലീറ്റസ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചേട്ടനാണ്, ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അത് അറിയിക്കുക. ഒപ്പം തന്നെ കാഴ്ചവെപ്പിന് ഫലങ്ങളും ഭക്ഷ്യവസ്തുക്കളും കാഴ്ചയായിട്ട് അത് നൽകരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അത് മോശമായി പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അപ്രകാരം പറയുന്നത്. നമ്മുടെ പാർക്കിങ്ങിന് സ്ഥലം പോരാതെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ വണ്ടി ഇടാൻ പറ്റിയില്ല, അപ്പുറത്താണ് വണ്ടി ഇട്ടത്. അതുപോലെ നിങ്ങൾക്കും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുൻവശത്തുള്ള പറമ്പിൽ, ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് റോഡിനപ്പുറമുള്ള പറമ്പിലും പാർക്ക് ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും. അതുകൊണ്ട് ആ സൗകര്യവും കൂടി എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് പള്ളിയിൽ വരാതിരിക്കേണ്ട. ഇവിടെ ഫില്ലായതിനു ശേഷം നമുക്ക് അപ്പുറത്തെ പറമ്പിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ അയൽവാസിയായ ബാബുച്ചേട്ടൻ്റെ പറമ്പാണത്. അദ്ദേഹം അത് നമുക്ക് വേണ്ടി പാർക്കിങ്ങിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. ആ സൗകര്യവും കൂടി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇന്ന് വരാപ്പുഴ അതിരൂപതയുടെ ബസിലിക്ക ദേവാലയമായ വല്ലാർപാടം ദേവാലയത്തിൽ പ്രസിദ്ധമായ വല്ലാർപാടം തീർത്ഥാടനം നടക്കുകയാണ്. വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് തീർത്ഥയാത്ര എറണാകുളം സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നും ആരംഭിക്കുന്നത്. സാധിക്കുന്നവർ ആ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഈ കുർബാനയ്ക്ക് ശേഷം ഉടനെ തന്നെ വിശുദ്ധ കാർലോ അക്വിറ്റസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയുടെ വാഴ്വും ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ കൂടി പങ്കെടുത്ത് നേർച്ച വസ്തുക്കൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാവൂ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടി ഇനി മുതൽ ഞായറാഴ്ചകളിൽ ബലിയർപ്പിക്കുന്നത് പ്രിയങ്കരനായ മേരിദാസ് കോച്ചേരി അച്ഛനാണ്. എല്ലാ ഞായറാഴ്ചയും അച്ഛൻ്റെ സേവനം നമുക്ക് ലഭിക്കും. അച്ഛൻ കാക്കനാടുള്ള അസീസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുകയാണ്. അപ്പോൾ അച്ഛനെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് സ്നേഹപൂർവ്വം എല്ലാവരെയും അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങയുടെ ദിവ്യ പെരുന്നാൾ പരിപോഷിതരായി ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് അങ്ങ് ആനയിക്കണമേ. എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ശിരസ്സു നമിച്ച ആശീർവാദം സ്വീകരിക്കുവിൻ. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ നിത്യം ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകുവാനും സൽപ്രവൃത്തികളിൽ വ്യാപൃതരായി ഈ ലോകജീവിതം നയിക്കുവാനും സന്തോഷത്തോടുകൂടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാരംഭ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, ആധുനിക യുഗത്തിലെ കൗമാര വിശുദ്ധനായ കാർലോ അക്വിറ്റസിനെ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. ദൈവമാണ് സർവസ്വമെന്ന് ഏറ്റുപറഞ്ഞ്
യേശുവിനോടൊത്ത് ആയിരിക്കുക ജീവിത ലക്ഷ്യമാക്കിയ പുണ്യവാനോടൊത്ത് വചനത്തിലൂടെയും കൂദാശകളിലൂടെയും തിരുസഭയിൽ സന്നിഹിതനാകുന്ന പരിശുദ്ധ ത്രിത്വത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്കുള്ള സുഗമമായ പാതയാണെന്നറിഞ്ഞ് ദിവ്യകാരുണ്യ ഈശോയെ ഏറെ സ്നേഹിക്കുകയും ദിവ്യകാരുണ്യ ഭക്തി നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത വിശുദ്ധ കാർലോ അക്വിറ്റീസിനെ പോലെ വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കാനും വിശുദ്ധിയുടെ പരിമളം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിശുദ്ധ കാർലോ അക്വിറ്റീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലുക. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ കാർലോ അക്വിറ്റീസിനെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയെ ഏറെ സ്നേഹിക്കുകയും ദിവ്യകാരുണ്യ ഭക്തി ലോകമെങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്ത വിശുദ്ധ കാർലോ അക്വിറ്റീസിനെ പോലെ ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കാനും വിശുദ്ധിയിൽ ജീവിക്കുവാനുമുള്ള കൃപകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്റർനെറ്റിന്റെ മേഖലകളിലും സാമൂഹ്യ മാധ്യമ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് വഴികാട്ടിയാകട്ടെ. ഈ മേഖലകളിലെ എല്ലാവരെയും പ്രത്യേകിച്ച് കൗമാരക്കാരെയും യുവജനങ്ങളെയും തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. വിശുദ്ധിയുടെ ജീവൽ സാക്ഷ്യമായ വിശുദ്ധ കാർലോ അക്വിറ്റീസെ അങ്ങേപ്പക്കൽ മാധ്യസ്ഥം തേടുന്ന ഞങ്ങളുടെ ഈ പ്രത്യേക നിയോഗം മൗനമായി നമ്മുടെ പ്രാർത്ഥനകൾ വിശുദ്ധൻ വഴിയായി ദൈവത്തിന് സമർപ്പിക്കാം. എല്ലാവരും സ്നേഹപിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴത്തേക്കും ആമേൻ. സമൂഹ പ്രാർത്ഥന. സർവശക്തനായ ദൈവമേ, വിശുദ്ധ കാർലോ അക്വിറ്റീസിന്റെ നാമധേയത്തിലുള്ള ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾ ഈ നവനാൾ പ്രാർത്ഥന വഴി വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശുദ്ധനെ പോലെ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാനയെ ഏറെ സ്നേഹിക്കുകയും ദിവ്യകാരുണ്യ ഭക്തി എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും ചെയ്ത വിശുദ്ധ കാർലോ അക്വിറ്റീസിനെ പോലെ ഞങ്ങളുടെ യുവജനങ്ങളും കൗമാരക്കാരും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള തെറ്റായ ബന്ധങ്ങൾക്കും അടിമകളായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് യുവജനങ്ങളെയും കൗമാരക്കാരെയും വിശുദ്ധ കാർലോ അക്വിറ്റീസിന്റെ മാധ്യസ്ഥത്താൽ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
ദേശത്തും വിദേശത്തുമായി വിദ്യാഭ്യാസം തേടുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അവരുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കാനും വിവേകത്തിലും വിശുദ്ധിയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശാരീരികവും മാനസികവുമായ രോഗങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന എല്ലാവരെയും വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ സൗഖ്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ കാർലോക്കേറ്റീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി വിശുദ്ധ കാർലോക്കേറ്റീസിനെ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. ഈ വിശുദ്ധൻ വഴി ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദമാണ് മോക്ഷകവാടം തുറക്കും എന്നുള്ള ഗാനം നമുക്ക് ആലപിക്കാം. എല്ലാവരും ദയവായി മുട്ടിന്മേൽ നിൽക്കുക. ഈശോയുടെ അനുഗ്രഹം നമുക്ക് ഇപ്പോൾ യാചിക്കാം. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും ഈശോയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. ഈശോ ഇതാ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഒരിക്കൽ ബാലനായിരുന്ന കാർലോ അക്വിറ്റസിനോട് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, നമുക്ക് പാലസ്തീനായിലേക്ക് വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥയാത്ര പോകാം. ഈശോ ജീവിച്ചിരുന്ന സ്ഥലം നമുക്ക് പോയി കാണാം. അപ്പോൾ കാർലോ അക്വിറ്റസിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറൂസലേമിൽ ജീവിച്ചിരുന്ന ഈശോ ഇന്ന് ഇവിടെ എൻ്റെ ദേവാലയത്തിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വരിക. ഞാൻ എൻ്റെ ദേവാലയത്തിലുള്ള വിശുദ്ധ സക്രാരിയിലുള്ള എൻ്റെ ഈശോയെ ഞാൻ ആരാധിച്ചു കൊള്ളാം. കാരണം എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിലാണ്, എൻ്റെ ചങ്കിലാണ് എൻ്റെ കർത്താവ് ഇരിക്കുന്നത്. ബാലനായ ഒരു മകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ആഴമേറിയ വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അവന് അപ്രകാരം പറയാൻ സാധിച്ചത്. ഈശോ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ളത്. ഇതാ നമ്മുടെ ഈ ദേവാലയത്തിൽ ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഇന്ന് എഴുന്നള്ളിയിരിക്കുന്ന അതേ ഈശോയെ ധ്യാനിച്ചുകൊണ്ടാണ് 15-ാമത്തെ വയസ്സിൽ വിശുദ്ധ കാർലോ അക്വിറ്റീസ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. ആ ഈശോ ഇതാ നമ്മോടൊപ്പമുണ്ട്. ആ ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്, നമ്മെ ബലപ്പെടുത്തുന്നവനാണ്, നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് ഇതാ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന അപേക്ഷകൾ എടുത്തു നോക്കിയപ്പോൾ ഒരുപാട് പേർ തങ്ങളുടെ ആവശ്യങ്ങൾ കണ്ണുനീരോടുകൂടെ അത് പേപ്പറിൽ എഴുതി ഇവിടെ നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാ വേദന നിറഞ്ഞ, എല്ലാ സങ്കടം നിറഞ്ഞ അപേക്ഷകളും ഈ സമയത്ത് ഈശോയുടെ മുൻപിൽ ഓർക്കുകയാണ്. ജോലി ലഭിക്കാൻ ഉള്ള പ്രാർത്ഥനകൾ അതിലുണ്ട്. ക്രോണിക് പാൻക്രിയാറ്റിക് എന്ന ശക്തമായ വയറുവേദന മൂലമുള്ള അസുഖം മൂലം വിഷമിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനകൾ അതിലുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനകളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അഡിക്റ്റഡായിട്ടുള്ള, സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡായിട്ടുള്ള മക്കളെ മോചിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥനകളുണ്ട്. വിവാഹം നടക്കാത്ത മക്കളെ പറ്റിയുള്ള ഉത്കണ്ഠകൾ അതിലുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിനായുള്ള അപേക്ഷകളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള അപേക്ഷകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. എല്ലാം വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ഇതാ ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് നമ്മളിവിടെ ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും, വ്യക്തിജീവിതത്തിലെ നമ്മുടെ എല്ലാ കുറവുകളെയും നമുക്ക് ഓർക്കാം. ഈശോ കൂടെയുണ്ടെങ്കിൽ ഏത് കുറവും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഏത് പ്രയാസത്തെയും, ഏത് രോഗത്തെയും, ഏത് തകർച്ചയെയും അതിജീവിക്കാൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, അവിടുത്തെ അനുഗ്രഹം നമ്മെ സഹായിക്കും. വിശുദ്ധ കാർലോ അക്വിറ്റീസ് ആരാധിച്ച അതേ ഈശോ, വിശുദ്ധ കാർലോ അക്വിറ്റീസ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കർത്താവ് ഇതാ നമ്മെ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശിരസ് നമിച്ച് അവിടുത്തെ അനുഗ്രഹം നമുക്കിപ്പോൾ യാചിക്കാം. ഗായക സംഘത്തോട് ചേർന്ന് 2 വരി ആരാധന ഗീതം ഏറ്റുപാടിക്കൊണ്ട് ശിരസ് നമിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം നമുക്കിപ്പോൾ യാചിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കാർലോ അക്വിറ്റീസിൻ്റെ തിരുശേഷിപ്പ് നമ്മുടെ ഈ രൂപത്തിൻ്റെ രൂപക്കൂണിനുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് വന്ന് വണങ്ങാവുന്നതുമാണ്. ഞങ്ങൾക്കായി കനിവിൻ വിളക്കുമായി നിൽപ്പൂ നീ കാർലോ പുണ്യവാനേ.
വ്യാകുലർ ഞങ്ങൾക്കായി കനിവിൻ വിളക്കുമായി നിൽപ്പൂ നീ കാർലോ പുണ്യവാനേ. കുഞ്ഞിളം കയ്യിൽ ജപമാലയേന്തി മാതാവിൻ ചാരേ നിന്നവനേ, സക്രാരി മുന്നിൽ മിഴിയടയ്ക്കാതെ യേശുവെ നോക്കി നിന്നവനേ. വിശുദ്ധ കാർലോ അക്വീറ്റസേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. ഈ ലോകമായയിൽ വീഴാതെന്നും പ്രിയരാം നിൻ ദാസരെ കാത്തിടണേ. കളികൾക്കായി കൂട്ടുചേരുമ്പോഴൊക്കെയും പള്ളിയെ സ്നേഹിച്ച പുണ്യവാനേ. കളികൾക്കായി കൂട്ടുചേരുമ്പോഴൊക്കെയും പള്ളിയെ സ്നേഹിച്ച പുണ്യവാനേ. വിശ്വാസ വഴിയിൽ യുവജനങ്ങൾക്കായി അത്താണിയായെന്നും വാഴുന്നു നീ. വിശുദ്ധ കാർലോ അക്വീറ്റസേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. ഈ ലോകമായയിൽ വീഴാതെന്നും പ്രിയരാം നിൻ ദാസരെ കാത്തിടണേ.